ഹേ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു സ്റ്റോറീസ് ഓഫ് അതിലെ ആൻഡ് ദിസ് ഇസ് അതിലെ സുബ്രഹ്മണ്യ. അപ്പം എല്ലാവരും ഹാപ്പി ആയിട്ടും സേഫായിട്ട് ഇരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു. ഞാനിത് ഹാപ്പി ആയിട്ടും സേഫ് ആയിട്ടും ഹെൽത്തി ആയിട്ടും ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരുപാട് കാലം മുമ്പ് ഞാൻ എടുത്തു വെച്ച വീഡിയോയ്ക്ക് ഒരു വോയിസ് ഓവർ കൊടുത്തിട്ട് ആ ഒരു വ്ളോഗായിട്ടോ. നമ്മുടെ നിലു ബേബിയുടെ ചോറൂണ്, അതായത് അവൾക്ക് ഏകദേശം 6 മാസമായപ്പോൾ നമ്മളവിടെ ചോറൂണ് നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ ഒരു വ്ളോഗായിട്ടോ. ഇപ്പോൾ ഏകദേശം അവൾക്കൊരു 10-11 മാസമായി. കഷ്ടിച്ചൊരു 4-5 മാസത്തെ ലാഗ് ഈ ഒരു വീഡിയോയ്ക്ക് വന്നിട്ടുള്ളൂ കേട്ടോ. എനിവേ നമ്മളിത് നേരത്തെ തന്നെ കുളിച്ചൊരുങ്ങി എല്ലാവരും എത്തിയിട്ടുണ്ട്. നമ്മുടെ ഫാമിലിയിലെ എല്ലാവരും ഉണ്ട്, കസിൻസും ഒക്കെ ഉണ്ട്, വല്യമ്മമാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നിലുവിനാണെങ്കിൽ നേരത്തെ എണീറ്റതിൻ്റെ ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. അവൾ അത്ര നല്ലൊരു മൂഡിലല്ലായിരുന്നു കേട്ടോ. പിന്നെ ഇന്ന് ആദ്യമായിട്ട് അവളിത് രുചികളൊക്കെ അറിയാൻ പോകുന്നതിൻ്റെ എക്സൈറ്റ്മെൻറ്റ് അവൾക്കില്ലെങ്കിലും ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ മണ്ഡപത്തിൽ നേരത്തെ വെല്ലിച്ചനും ഏട്ടനൊക്കെ പോയിട്ട് പായസമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. മണ്ഡപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അമ്പലം കുടുംബക്ഷേത്രം ഉണ്ടാകുന്നതിന് മുമ്പ് നമ്മുടെ ഈ വർഷത്തിലൊരിക്കലുള്ള പ്രോഗ്രാംസൊക്കെ നടക്കാറ് ഇവിടെ നിന്നായിരുന്നു കേട്ടോ. അയ്യോ, അവൾ കൂട്ടുപായ കിടന്ന കണ്ടില്ലേ. അപ്പം അവൾക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഈ ഉറക്കത്തിൻ്റെ ക്ഷീണം കൊണ്ടോ എന്തോ അറിയില്ല, അവൾ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ആൾ കരച്ചിൽ ബഹളമൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം എനിവേ നിങ്ങളെല്ലാവരും പോയിട്ട് നമ്മുടെ ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ കാണും. അങ്ങനെ ഏട്ടൻ ദേ അവൾക്ക് അങ്ങനെ ആദ്യമായിട്ട് നമ്മുടെ രുചികളെല്ലാം പരിചയപ്പെടുത്തി കൊടുത്തിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ചേച്ചി കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ദേ അച്ഛമ്മയും അതുപോലെ അമ്മച്ചനും പിന്നെ അമ്മയും ഞാനും വലിയച്ഛന്മാരും ചെറിയച്ഛന്മാരും അവിടെ ഉണ്ടായിരുന്നു, ഞങ്ങൾ കസിൻസും എല്ലാവരും കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അവൾക്ക് എല്ലാവരും കൂടെ കൊടുത്തു കഴിഞ്ഞപ്പോഴേക്കും അവളൊരു വിധമായിട്ടുണ്ട് കേട്ടോ. ആൾക്ക് ഉറക്കത്തിൻ്റെ നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ എല്ലാവരും കൂടി ഇങ്ങനെ കണ്ടപ്പോഴുള്ള ഒരു ചെറിയ ബുദ്ധിമുട്ടും, കുറേ നേരം ഇങ്ങനെ മടിയിലാണ് ഒതുങ്ങിയിരുന്നപ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ടും എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ എന്തോ ഭാഗ്യത്തിന് അവൾ ഒരു മണിക്കൂറിൻ്റെ അടുത്ത് അവൾ പിടിച്ചു നിന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ നമ്മുടെ വീട്ടിലായിരുന്നു കേട്ടോ എല്ലാവർക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പം എനിക്കാണെങ്കിൽ ഇന്നൊരു എക്സാം ഉണ്ടായിരുന്നു, ഇന്നല്ല അന്നൊരു എക്സാം ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് പെട്ടെന്ന് തന്നെ പോകേണ്ടി വന്നു. ഞാനപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാവരുടെ കൂടെ കഴിക്കാൻ നിന്നില്ല. അപ്പോൾ എനിക്ക് ബാക്കിയുള്ള വ്ളോഗ്സ് ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഇനി നമ്മൾ ഗുരുവായൂർ പോയിട്ടുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ കുടുംബക്ഷേത്രത്തിൽ നിന്നും ചോറൂണ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോസൊക്കെ ഞാൻ വഴിയേ ഇടാം. അതിന് എത്ര മാസം വൈകുമെന്ന് എനിക്കറിയില്ല. എനിവേ ഞാൻ അതൊക്കെ എന്തായാലും ഇടും, കാരണം ഞാൻ കഷ്ടപ്പെട്ട് വീഡിയോ എടുത്തു വെച്ചതാണ്. അപ്പം എനിവേ നമ്മളെ വീഡിയോസൊക്കെ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പം ഇത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ.